ആരിഫ് ഹുസൈൻ എന്തിനാണ് ഞാൻ പറയുമ്പോ കയറി ഇടപെടുന്നത്? നിങ്ങൾ മണ്ടത്തരം പറയുന്നത് മര്യാദയില്ലാത്ത സംസാരിച്ചിട്ട് ഇടയ്ക്ക് സംസാരിക്കുന്ന ഇടയ്ക്ക് ഇപ്പൊ ശിരോവസ്ത്രം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു കാര്യമാണ്. അത് അവരുടെ റൈറ്റാണ്. അത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു കാര്യമാണ്. അത് അവരുടെ റൈറ്റാണ്. അത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും അവർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തിരുസഭകളിൽ ഉള്ള ആളുകള് ഈ ശിരോവസ്ത്രം ധരിക്കണമെന്ന് ഏത് ബൈബിളിലാണ് പറഞ്ഞിട്ടുള്ളത്? എവിടെയാണത് രേഖപ്പെടുത്തിയിട്ടുള്ളത്? അവരവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കാതെ അവരവരുടെ റൈറ്റ്സിനെ കുറിച്ച് മാത്രം സംസാരിച്ചു. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇടപെടും. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇടപെടും. കാരണം താങ്കൾ ഞങ്ങളുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള പാരമ്പര്യത്തെ താങ്കൾ നേരിട്ട് ഇവിടെ ബൈബിള് എന്നൊക്കെ പറഞ്ഞ് ദയവ് ചെയ്ത് ഈ ചർച്ച അതിനുള്ളതല്ല. അവരുടെ എസൻഷ്യൽ റിലീജിയസ് ഞാനൊരു കാര്യം പറയട്ടെ, ഹിജാബ് എന്നുള്ളതല്ല, ശിരോവസ്ത്രം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശിരോവസ്ത്രം ധരിക്കണം, തലമുടി മറയ്ക്കണമെന്ന് പറയുന്നുണ്ടോ? തലമുടി മറയ്ക്കണമെന്ന് പറയുന്നുണ്ടോ ഇല്ലയോ? ആരിഫ് ഹുസൈൻ അറിയാലോ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൽ വരുന്നില്ല. പലതവണ ചർച്ച ചെയ്തതാണ്. പറഞ്ഞുതരാം. ഇസ്ലാമിൽ തലമറയ്ക്കുന്നത് സ്വതന്ത്ര സ്ത്രീകൾക്ക് മാത്രമാണ്. അടിമ സ്ത്രീകൾക്ക് തലമറയ്ക്കാൻ ഹറാമാണ്. അപ്പോൾ ഹിജാബ് എന്ന് പറയുന്നത് അടിമ സ്ത്രീയെയും സ്വതന്ത്ര സ്ത്രീയെയും വേർതിരിക്കാനുള്ളൊരു വേഷമാണ്. അപ്പോൾ അത് എടുത്തു വെച്ചിട്ട് നമ്മളെ സമൂഹത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂആൻസസ് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ജയരാജ് അതിലേക്കൊന്നും ഇറങ്ങാതിരിക്കണമായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങൾക്കൊന്നും കാര്യമില്ല. അതിന് ഇത് കുറച്ച് വേണം. തലയ്ക്ക് പ്രാന്ത അല്ല ബുദ്ധി. ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി പറയാണ്. ഇവിടെ ഉയർത്തുന്ന ഒരു വാദം, ഇപ്പോൾ മഞ്ജുഷോദ് ചോദിക്കുന്ന കേട്ടു, ഇത് അനുവദിച്ചാൽ എന്താ കുഴപ്പമെന്നുള്ളത്. ഇതിന് രണ്ട് കുഴപ്പമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഈ ഹിജാബ് ഇൻക്ലൂഷന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ ഒരു ഹിജാബ് ആക്ടിവിസം എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് കേരളത്തിൽ സംഭവിക്കുന്ന ഒരു ഫിനോമിനൻ അല്ല. ഇതൊരു ഗ്ലോബൽ ഫിനോമിനനാണ്. ഇതാരാണ് ഇതിന് വേണ്ടിയിട്ട് പിന്നിൽ പ്രവർത്തിക്കുന്നത്? മുസ്ലിം ബ്രദർഹുഡിന്റെ നേതൃത്വത്തിൽ അവരെ അഴിച്ചുവിടുന്ന ഒരു ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് ഈ സംഗതി. ഇത് അല്ല, പോത്തിന്റെ ചവിട്ടിൽ വേദം വന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാലും ഓരോ രാജ്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്നത് അവിടുത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇതിന് വ്യക്തമായ ബാക്കിംഗ് ഉണ്ട്. ഇത് ക്രിസംഗികളാണ് ഇത്തരം വിഷയങ്ങൾ മനഃപൂർവ്വം കുത്തിപ്പൊക്കുന്നത്. സമുദായത്തിൽ ജാതി സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ക്രിസംഗികളാണ്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, കാസയുടെ രൂപത്തിൽ തുടങ്ങിയതാണ്. മറ്റു പല സംഘടനകളുടെ പേരിലും ഇത് തുടങ്ങിയതാണ്. പോയി ചത്തുടടാ. ഡോക്ടർ ബി ജയരാജ്, അവിടെ SDPI ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് SDPIയുടെ പേര് പറയുന്നില്ല? താങ്കൾ എന്തുകൊണ്ട് SDPIയുടെ പേര് പറയുന്നില്ല ജയരാജ്? SDPIയുടെ പേര് വിട്ടുപോകുന്നു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. SDPI എല്ലാ തരത്തിലുള്ള മതമൗലികവാദികളോടും ഇടതുപക്ഷത്തിന് ഒരേ സമീപനം തന്നെയാണ്. അത് SDPI ആയാലും ശരി, ആയാലും ശരി, PFI ആയാലും ശരി, ആരെയും വേറെ തട്ടിലൊന്നും കാണുന്നില്ല. ആരെയും വേറൊരു തട്ടിലും കാണുന്നില്ല. അത് പറയുന്ന സാധനത്തെ എന്തോ മുന്തിയ സാധനമാണെന്ന് വരുത്തി തീർക്കുന്നു. അങ്ങനെയല്ല. ഹിജാബ് എന്ന് പറയുന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് എസൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്ന് ഇവിടെ വിധിയുള്ളതാണ്. മാത്രമല്ല, ഇവിടെ അതിന്റെ കൃത്യമായ ഇസ്ലാമിക മാനമുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അടിമ കുറച്ച് ഇമോഷണൽ ആണല്ലോ. അതല്ലേടോ നമ്മുടെ അടവ് നയം. ഡോക്ടർ ബി ജയരാജ്, ആ വിഷയം ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. രണ്ടാമത്തെ ദിവസം തീർന്നതായിരുന്നു ഡോക്ടർ ബി ജയരാജ്. അവിടെ കുത്തിപ്പൊക്കിയത് മന്ത്രിയാണ്. ഡോക്ടർ ബി ജയരാജ് അവിടെ കുത്തിപ്പൊക്കിയത് മന്ത്രിയാണ്. മന്ത്രിയൊന്നും കുട്ടിപ്പൊക്കെയൊന്നും അല്ല. ഇതിനകത്ത് ഹൈബി വീടനും മറ്റാളുകളും ചെന്ന് അവരെ ഫോഴ്സ്ഫുള്ളി ഇതിനകത്ത് ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയിപ്പിച്ചതാണ്. ഇയാളുടെ അടുത്ത് മിണ്ടായിരിക്കാൻ പറ മഞ്ജുഷ, അയാളുടെ അടുത്ത് മിണ്ടായിരിക്കാൻ പറ. ഡോക്ടർ ബി ജയരാജ്, അവിടെ അല്ലെ ഹൈബിയുടെ കാര്യം താങ്കൾ പറഞ്ഞു. ഹൈബിക്ക് മനസ്സിലായി അവിടെ അല്ലല്ല അവിടെ ഇടപെടൽ. പക്ഷേ ഹൈബി SDPIയുടെ പേര് പറഞ്ഞില്ല. അത് മറ്റൊരു കാര്യം. ആരിഫ് ഹുസൈൻ എന്തിനാണ് ഞാൻ പറയുമ്പോ കയറി ഇടപെടുന്നത്? നിങ്ങൾ മണ്ടത്തരം പറയുന്നത്. മര്യാദയില്ലാത്ത, ഇത്ര മര്യാദ കെട്ട
വിവരം നിങ്ങൾ കെട്ട മണ്ടത്തരം ഒരു പറയുന്നതുകൊണ്ടാണ് മിസ്റ്റർ. വർഗീയവാദിയെ നിങ്ങൾ point പറയൂ. ഇത്രയധികം മന്ത്രി ചെയ്ത വിവരം മണ്ടത്തരത്തെ ജയരാജ് നിങ്ങൾ താങ്കൾ എന്താ പോയിന്റിലേക്ക് വരൂ. തള്ളിപ്പറയുന്നത്? ജയരാജ് താങ്കൾ പറയൂ, താങ്കൾ പറയാനുള്ള പൊട്ടനാ ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ പൊട്ടനാ കാര്യം പറയൂ. മഞ്ജുഷേ പോയിന്റ് പറയണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കാം. താൻ ആദ്യം വായടക്കേ, താൻ ആദ്യം Point വായടക്കേ. പറയണം. താൻ അല്ലാതെ ആരുടെ എന്തെങ്കിലും പറഞ്ഞു പോകാൻ കളിക്കുന്നത്? പറ്റുമോ? കുറച്ചുകൂടെ മര്യാദക്കൊക്കെ സംസാരിക്കേ. എന്താ ചെയ്യാ? ഒരാളെ എന്തെങ്കിലും കളിച്ചാൽ? സംസാരിക്കാൻ അനുവദിക്കാതെ ഇയാള് പറയാനാണോ പോയിന്റ് പറയാൻ ഞാനിരിക്കുന്നത്? ജയരാജ് മഞ്ജുഷ പറയൂ. ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് ഞാൻ പറയും. താങ്കൾ മിണ്ടായിരിക്കട്ടെ ആദ്യമേ. എനിക്ക് സംസാരിക്കാൻ അവസരം അങ്ങനെയൊന്നും തരൂ. ഞാൻ വിരട്ടലൊന്നും പറഞ്ഞുകൊണ്ടിരുന്ന നടക്കില്ല ഇതാണ്. പൊന്നു ആ ജയരാജ. ഒരു ഇത് പാർട്ടി വിഷയത്തിൽ ക്ലാസ് അല്ല. forcefully ആ ഓക്കെ, parents നിങ്ങൾ നെ പറയുന്ന ചെയ്തപ്പോൾ മണ്ടത്തരം ഇവിടെ നമ്മൾ അവർക്ക് ചൂണ്ടിക്കാണിക്കും. അതിനുള്ള right പാർട്ടി ക്ലാസ്സിൽ ഉണ്ടെന്ന് പോയിട്ട് വരട്ടൊക്കെ മതി. ഓക്കെ, അതൊന്നും ഇവിടെ ഇറക്കണ്ട. എന്തുകൊണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റിയെ മന്ത്രി അവിടെ തിരസ്കരിച്ചു? എന്താ നിങ്ങളുടെ മൈനോറിറ്റി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ആ കുന്ത്രാണ്ടം അങ്ങ് ഇയാള് നിങ്ങൾ മിണ്ടാതിരിക്കണേ. കളഞ്ഞോ? എന്താ ഉണ്ടായത്? എന്തൊരു വിവരമില്ലാത്തവനാണ് ഇവർക്ക്. മഞ്ജുഷ ഇവന് ബ്യൂട്ടി അല്ല, അതൊരു ചോദ്യമാണല്ലോ ഡോക്ടർ ബി ജയരാജ്. അല്ല മൈനോറിറ്റി പ്രൊട്ടക്ഷൻ എന്തുകൊണ്ട് ഇവിടെ വന്നില്ല എന്നുള്ളതാണ്. അല്ലല്ല, താങ്കൾ അതുകൂടി ചേർത്ത് പറഞ്ഞോളൂ ജയരാജ്, അതിനുള്ള മറുപടി പറഞ്ഞോളൂ. ഇവിടെ പറയുന്നു ഇതിൽ നിങ്ങളുടെ ഇടപെടൽ, ഇത് സത്യത്തിൽ ഈ പറയുന്ന വിഷയം ഉണ്ടാക്കുക മാത്രമല്ല, ഇതിൽ കുളം കലക്കി മീൻ പിടിക്കുന്ന പണിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് മന്ത്രിയും തലകുത്തി വീണിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷം ഇതിനകത്ത് ഒരു യൂസ്ഫുൾ ഇഡിയറ്റ്സിന്റെ നിലപാടിലേക്ക് മാറുന്നു എന്നത് കാണുന്ന ഒരു അവസരം ഇവിടെ ഉണ്ട് എന്ന് എടുത്തു പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.